മക്കളെ, കീമിൻ്റെ കീഴിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3rd റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രൊസീജിയർ സെപ്റ്റംബർ 12 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫാർമസി കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് 3ാം റൗണ്ടിൽ ഫാർമസി കോഴ്സിലേക്ക് പുതിയതായിട്ട് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മുമ്പ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക്, അതായത് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ നിലവിലുള്ള കുട്ടികൾക്ക് ce.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെ 12 സെപ്റ്റംബർ 12 തുടങ്ങി സെപ്റ്റംബർ 15 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം. മുൻ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് പ്രകാരം ഓപ്ഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയവരെയും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെയും ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് നടത്തണം. ഇപ്പം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നത് കാരണമല്ല, നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പഴയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരാൻ പറ്റില്ല. ഇനി മുൻ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വെച്ചിരുന്നു, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, പക്ഷേ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഈ റൗണ്ടിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണോ, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തേ മതിയാവൂ. അപ്പോൾ ഫാർമസി കോഴ്സുകളിൽ മുൻ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കുകയും ഈ റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ മുൻ റൗണ്ടിലെ അഡ്മിഷൻ അല്ലെങ്കിൽ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, പുതിയത് കിട്ടില്ല എന്നുള്ളൂ, ആ സീറ്റ് നഷ്ടപ്പെടില്ല. ഇനി ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്താൽ മുൻ റൗണ്ടിൽ കിട്ടിയത് നഷ്ടപ്പെടുകയും ചെയ്യും, ഈ റൗണ്ടിലെ സീറ്റും നഷ്ടപ്പെടും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. മുൻ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, ഈ റൗണ്ടിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻ വെച്ചു, അത് നിങ്ങൾക്ക് കിട്ടി, ഇനി നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്കിത് വേണ്ട പഴയത് മതി എന്ന് തീരുമാനിച്ചാൽ പറ്റില്ല. പഴയതും പോയി ഇതും പോവും. അതുകൊണ്ട് കിട്ടിയാൽ പോകും എന്നുറപ്പുള്ളതേ വെക്കാവൂ. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ആവുന്നത് സെപ്റ്റംബർ 12 സെപ്റ്റംബർ 15 വൈകിട്ട് 5 മണി വരെ അതിനുള്ള സമയമുണ്ടാവും. 17 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും, 18 ഫൈനൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യും. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം 19 തുടങ്ങി 23 വരെയാണ്. അത് ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വീണ്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇനി ഈ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ റൗണ്ടിൽ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തില്ല, അപ്പോൾ നിങ്ങളുടെ ഫീസ് അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും 2000 രൂപ അടയ്ക്കണം. പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നവരും 2000 രൂപ അടച്ചു വേണം ഈ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ. എന്നാൽ നേരെ തിരിച്ച് കഴിഞ്ഞ റൗണ്ടിൽ സീറ്റ് കിട്ടി എടുത്തു, അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ ഫീ അവിടെ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയത് അടയ്ക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യേണ്ടതുള്ളൂ, അല്ലാത്തവർ ചെയ്യേണ്ട. അത് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഫീ പേ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ആവേണ്ട. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ ഫീ പേയ്മെൻറ്റ് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അടയ്ക്കണം, കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ഓക്കെ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ 2000 രൂപ അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഈ അടച്ച പൈസ ട്യൂഷൻ ഫീസിൽ വകയിരുത്തിക്കോളും. ഇനി SC/ST അല്ലെങ്കിൽ ആനുകൂല്യമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ 500 രൂപ അടച്ചാൽ മതിയാവും. ഇനി ഇവർക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഇങ്ങനെ 2000 അടച്ച് സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഈ പൈസ റീഫണ്ട് വന്നുകൊള്ളും. അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടും. അങ്ങനെ റീഫണ്ടിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ ഇപ്പോൾ കൊടുത്താൽ മതി, അതിലേക്ക് തിരിച്ചു വന്നുകൊള്ളും. ഇനി ഈ റൗണ്ടിൽ പുതിയതായിട്ട് തൃശ്ശൂർ നിർമ്മല കോളേജിലെ 100 സീറ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അതും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെ ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് ഒരു കാരണവശാലും പരിഗണിക്കില്ല. അപ്പം നിങ്ങളെ ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് മാത്രം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.